ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ മാധ്യമങ്ങൾ കാണുന്നു. ആറാലമുട്ടിൽ നിന്നുള്ള തത്സമയം. നമുക്ക് അതാണ് സത്യം ചെയ്ത ഒരു പ്രാവശ്യം നമ്മുടെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ സാറ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട് പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു. കാര്യം എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ മക്കൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങളങ്ങനെ ചെയ്തു. മാപ്പ് അതെ 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 ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അപ്പോഴത്തെ ഒരു മാനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിനുശേഷം അമ്മ നല്ലതായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. അനിയൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി. ഇതിന് ശേഷം ഇപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പറയുന്നതിനോടൊപ്പം ഒരു ചെറിയൊരു എന്താ പറയുക, അവളും ആഹാരം കഴിക്കുന്നില്ല, മാനസികമായിട്ട് തകർന്നു. സാർ സംശയിക്കാനായിട്ട് ഒന്നുമില്ല സാർ. സത്യസന്ധമായിട്ട് ചെയ്യണ കാര്യം നമ്മൾ എത്ര വർഷം ചെന്നാലും നമ്മൾ ഒരു വാക്കല്ലേ പറയൂ. അത് തന്നെയാണ് ഞാനും എൻ്റെ അനുജനും അമ്മയും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അന്വേഷണം നല്ല രീതിയിൽ നടക്കണം. കാര്യം ഇനി അതിൻ്റെ അവസാനം കെമിക്കൽ റിപ്പോർട്ട് വരണം. എല്ലാം പോലീസ് ഇന്ന് പോലെ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ട് അവർ സഹകരിക്കും. എന്തുണ്ടെങ്കിലും വെളിച്ചത്ത് വരട്ടെ, ശരിയാണോ തെറ്റാണോ എന്ന് എല്ലാം മാറട്ടെ. നല്ല രീതിയിൽ അന്വേഷിക്കണം. നല്ല ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്, അതേ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കട്ടെ. ചന്ദ്രശേഖരനും മകൻ സനന്ദനും സംസാരിക്കുകയായിരുന്നു.